കുട്ടികളെ, രക്ഷിതാക്കളെ, അധ്യാപകരെ, ഇന്ന് വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കാണ് നാം ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത്. അതായത് പകർച്ചവ്യാധി പ്രതിരോധം, അതിൻ്റെ സ്കൂൾ തല പ്രചരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിക്കാൻ പോകുന്നത്. ഇന്ന് നമുക്ക് വളരെ സന്തോഷമുള്ളത്, കേരളത്തിലെ ഏറ്റവും മികച്ച സർക്കാർ വിദ്യാലയങ്ങളൊന്നായ കോട്ടണിൽ ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലാണ് നമ്മൾ ഇന്ന് ഈ പ്രചരണത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. ഇതിൽ പങ്കെടുക്കേണ്ട മന്ത്രിമാർ എല്ലാവർക്കും ഇന്ന് വളരെ തിരക്കുള്ള ദിവസമാണ് നിയമസഭയിൽ. എനിക്ക് തന്നെ ഏതാണ്ട് 4ഓളം സബ്മിഷനും ഒരു ശ്രദ്ധ ക്ഷണിക്കലൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നേരത്തെ തന്നെ കുട്ടികളെ കാത്തിരുത്തണ്ട, 1 മണിക്ക് യോഗം മാറ്റിയെന്ന് നേരത്തെ അറിയിക്കാൻ. കാരണം അല്ലെങ്കിൽ ഈ യോഗത്തിനേക്കാൾ ചിലപ്പോൾ പ്രാധാന്യം കിട്ടിയ കുട്ടികളെ കാത്തിരുത്തി എന്നുള്ള ന്യൂസായി. അതുകൊണ്ട് നേരത്തെ തന്നെ സൂചിപ്പിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ കുറച്ച് ലേറ്റാവും. അതുകൊണ്ട് പരിപാടി 1 മണിക്ക് മാറ്റാൻ തീരുമാനിക്കുകയും അതനുസരിച്ച് 1 മണിക്ക് മാറ്റി. മറ്റ് മന്ത്രിമാർ നിയമസഭയിലും വിവിധ പരിപാടികളൊക്കെയാണ്. പക്ഷേ ഇതൊരു വളരെ പ്രധാനപ്പെട്ടൊരു ചടങ്ങാണ് ഇവിടെ നിർവഹിക്കാൻ പോകുന്നത്. നമുക്കറിയാം, സംസ്ഥാനത്ത് സാധാരണ മഴക്കാലത്തിന് മുമ്പ് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കാറുണ്ട്. പക്ഷെ ഇത്തവണ എല്ലാവരും ഒരു ഇലക്ഷൻ മൂഡിലായതുകൊണ്ട്, മാത്രമല്ല പെരുമാറ്റച്ചട്ടം ഉണ്ടായിരുന്നു ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ. ഫെബ്രുവരിയിലാണ് ശരിക്കും തുടങ്ങേണ്ടിയിരുന്നത്, പക്ഷേ അന്ന് തുടങ്ങിയില്ല. അതിൻ്റെ ഒരു ഫലമായി പകർച്ചവ്യാധികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്. ഒരു കാര്യം ആരോഗ്യവകുപ്പ് തീരുമാനിച്ചത് ടെസ്റ്റ് വ്യാപിപ്പിക്കുക. സാധാരണ ഈ ടെസ്റ്റിൻ്റെ എണ്ണം കുറച്ച്, രോഗത്തിൻ്റെ എണ്ണം കുറച്ച് കാണിക്കും. അങ്ങനെയാണ് സ്ഥിരം പതിവ്. ഞാൻ പറഞ്ഞു ഇത്തവണ അത് വേണ്ട. കാരണം രോഗത്തിൻ്റെ വ്യാപ്തി കാണുമ്പോൾ സാധാരണ ജനങ്ങൾ ബോധവാന്മാരാണ്. ആ കാരണം കൊണ്ട് തന്നെ ടെസ്റ്റ് വ്യാപിപ്പിക്കാനും അതിൻ്റെ റിസൾട്ട് കൃത്യമായി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാനും തീരുമാനിച്ചു. ഇപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ രോഗത്തിനെ പ്രതിരോധിക്കണമെങ്കിൽ ആരോഗ്യവകുപ്പ് മാത്രം വിചാരിച്ചാൽ പോരാ. ഒന്ന്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് സഹായിക്കണം. കാരണം പരിസരം വൃത്തിയാക്കേണ്ട ചുമതല അവർക്കാണ്. മാലിന്യം സംസ്കരിക്കുന്ന ചുമതല ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിനാണ്. വെള്ളം ശുദ്ധമാക്കേണ്ട ചുമതല ജല അതോറിറ്റിക്കാണ്. അതുപോലെ ഭക്ഷ്യവസ്തുക്കൾ പരിശോധിക്കേണ്ട ചുമതല ഫുഡ് ആൻഡ് സേഫ്റ്റിക്കാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഈ യോഗത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ശുചീകരണം. അപ്പോൾ ശുചീകരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാത്രം നടത്തണം എന്ന് നമുക്ക് വാശി പിടിക്കാൻ കഴിയില്ല, എല്ലാവരും ചെയ്യാം. അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചത് 3 ദിവസങ്ങൾ ഡ്രൈ ഡേ ആയിട്ട് ആചരിക്കും. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഈ രീതിയിലേക്ക് കടന്നു വരികയാണ്. ആരോഗ്യവകുപ്പിന് വേണ്ടി അദ്ദേഹത്തിന് ഈ രീതിയിലേക്ക് സ്വാഗതം. അപ്പോൾ വിവിധ വകുപ്പുകളുടെ ഒരു കോർഡിനേഷനാണ് നമുക്ക് ഈ രോഗങ്ങളെ പ്രതിരോധിക്കാൻ കഴിയും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സുൽത്താൻ ബത്തേരിയിലെ ഒരു LP വിദ്യാലയത്തിൽ കുറേ കുട്ടികൾ, ഏതാണ്ട് 21ഓളം കുട്ടികൾ വയറിളക്കം ഛർദിയായിട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപ്പം ഞാനവിടെ പിറ്റേ ദിവസം ഞാനവിടെ ഓടിയെത്തി. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ബോർവെല്ലുണ്ട്, ഒരു കിണറുണ്ട്. ബോർവെല്ല് ക്ലീനാക്കിയതുകൊണ്ട് ബോർവെല്ലിൽ നിന്ന് ഒരു കുഴപ്പമുണ്ടായില്ല. പക്ഷേ കിണറ്റിലെ വെള്ളം പരിശോധിച്ചപ്പോഴാണ് അതിൻ്റെ ബാക്ടീരിയയുടെ ശക്തമായുള്ള സാന്നിധ്യം. അപ്പോൾ അവിടെ ക്ലോറിനൈസ് ചെയ്യാനുള്ള ഏർപ്പാടുണ്ടാക്കി. ആ വിദ്യാലയങ്ങളൊക്കെ ശുചീകരിക്കാനുള്ള തീരുമാനമുണ്ടാക്കി. ഭാഗ്യവശാൽ 21 കുട്ടികൾക്കും രോഗം ഭേദമായി അവരെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യിക്കാൻ കഴിയും.
പക്ഷെ ഷിഗല്ല കാരണം കേരളത്തിൽ കഴിഞ്ഞ ജാനുവരി മുതൽ ജൂൺ വരെ 7 പേര് മരിച്ചിട്ടുണ്ട്. അത് ഡെങ്കിപ്പനിക്കാണ് കൂടുതൽ മരണം ഉണ്ടായിട്ടുള്ളത്. കാരണം കൊതുക് വരുത്തുന്ന രോഗമാണ്. അപ്പോൾ അതിൽ ലോക്കൽ ബോഡിയും അതിൻ്റേതായിട്ട് പങ്കുവയ്ക്കണം. വിദ്യാഭ്യാസ വകുപ്പ് കുട്ടികളെ സംരക്ഷിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പാണ്. അവരുടെ വിദ്യാലയങ്ങൾ ശുചിയായിട്ട് വയ്ക്കുക. അതുകൊണ്ട് ഈ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചത് ആഴ്ചയിൽ 3 ദിവസം ഡ്രൈ ഡേ ഓരോ വിഭാഗത്തിനായിട്ട് വയ്ക്കുക. എല്ലാം കൂടെ ഒരു ദിവസം വയ്ക്കുകയല്ല. വിദ്യാലയങ്ങളിൽ വെള്ളിയാഴ്ച ഡ്രൈ ഡേ, ശനിയാഴ്ച സർക്കാർ ഓഫീസുകളിൽ ഡ്രൈ ഡേ, ഞായറാഴ്ച സ്വന്തം വീടുകളിൽ ഡ്രൈ ഡേ. എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഒരു ഈ ചെടിച്ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ കെട്ടി കിടക്കുന്ന വെള്ളങ്ങളൊക്കെ അങ്ങോട്ട് ഒഴിവാക്കുക. എവിടെയെങ്കിലും വെള്ളക്കെട്ടുണ്ടെങ്കിൽ ആ വെള്ളം തുറന്നു വിടുക. കിണറുകൾ പരിശോധിച്ച് ക്ലോറിനൈസ് ചെയ്യുക. അതുപോലെ തന്നെ ഫോഗിങ് നടത്തുക. ഇങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രവർത്തനം കാരണം നമുക്ക് കുറേയൊക്കെ ഇതിനെ പ്രതിരോധിക്കാൻ കഴിയും. ഇപ്പം നിപ കുറേ കാലത്തിന് ശേഷം ഇത്തവണ നിപ വന്നപ്പോൾ തുടക്കത്തിൽ തന്നെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും. ഒരാളെ മാത്രമാണ് നിപ ബാധിച്ചത്. സാധാരണ കഴിഞ്ഞ ആദ്യത്തെ തവണ നിപ വന്നപ്പോൾ ഏതാണ്ട് 21ഓളം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇത്തവണ ആ പേഷ്യൻറ്റിനെ നിപ സ്ഥിരീകരിച്ചപ്പോൾ ഉടൻ തന്നെ അദ്ദേഹത്തെ സർക്കാർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അന്ന് DHSും അഡീഷണൽ DHSും ഒക്കെ ഉണ്ടായിരുന്ന ദിവസമാണ് ഈ ഷിഗല്ലയുടെ സ്ഥിരീകരണം ഉണ്ടായി. ഞങ്ങൾ കോഴിക്കോട് നിന്ന് അദാലത്തായിരുന്നു. ഇതറിഞ്ഞ ഉടനെ ഞങ്ങൾ ബത്തേരിയിൽ പോയി. ഏതായാലും ഈ ഷിഗല്ല കാരണമുള്ള മരണങ്ങളുടെ തോത് 7 പേര് മരണപ്പെട്ടത് ദുഃഖകരമാണ്. കാരണം കുട്ടികളെയും പ്രായം ചെന്നവരെയാണ് ഇത് കൂടുതൽ ബാധിക്കുക. കാരണം പ്രതിരോധ ശക്തി ഇല്ല. കുട്ടികൾക്കാകുമ്പോൾ പ്രതിരോധ ശക്തി കുറവായിരിക്കും. പ്രായം ചെന്നവർക്കും പ്രതിരോധ ശക്തി നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് അത് നമുക്കൊരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. നിപ ബാധിച്ച രോഗിയെ 10-ാം തീയതിയാണ് അദ്ദേഹത്തിന് നിപ ബാധിച്ചു എന്നുള്ള സംശയം ഉണ്ടാകുന്നത്. അന്ന് തന്നെ അദ്ദേഹത്തിന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. ഇന്നിപ്പോൾ പൂർണ്ണമായിട്ട് അദ്ദേഹത്തിൻ്റെ നില ഭേദപ്പെട്ടിട്ടില്ല. പക്ഷേ അത് പടരാതിരിക്കാൻ നമുക്ക് കഴിഞ്ഞു. സ്പെഷ്യൽ ഇതിന് വേണ്ട മെഡിസിനൊക്കെ കേരളത്തിൽ സ്റ്റോക്കില്ലാത്തതുകൊണ്ട് ബഹ്റിനിൽ നിന്ന് മെഡിസിൻ വരുത്തി രോഗിക്ക് നൽകാൻ കഴിഞ്ഞു. ഇപ്പം 24 മണിക്കൂർ സർവേ ഇല്ലയെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. ഇന്നിപ്പോൾ ഏതാണ്ട് 19 ദിവസം, ഇന്ന് 19ാമത്തെ ദിവസം. മാത്രമല്ല മറ്റാർക്കും അദ്ദേഹത്തിൻ്റെ ഈ നിപ ബാധിച്ച രോഗിയുടെ ഭാര്യയ്ക്കോ മക്കൾക്കോ ഈ നിപ ബാധിച്ചിട്ടില്ല. അപ്പം അതിലെ മെഡിക്കൽ രംഗത്ത് ഞാൻ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഡോക്ടർമാർ മുതൽ തൂപ്പു ജോലിക്കാർ വരെയുള്ളവരുടെ ഒരു കൂട്ടായ പ്രവർത്തനം കാരണം നമുക്കിതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനി മഴയാണ് വരാൻ. ഇപ്പോൾ തന്നെ നമ്മുടെ നഗരത്തിലൊക്കെ മാലിന്യം നിറഞ്ഞിട്ടുണ്ട്. ഇവിടെ നഗരത്തിലെ രാഷ്ട്രീയ സാഹചര്യം കാരണം കുറച്ച് ദോഷം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ കൊതുകുകളുടെ എണ്ണം കൂടും. കൊതുക് കൂടിയാൽ ഡെങ്കി ഉണ്ടാവും. ഡെങ്കി പടരുന്ന രോഗമാണ്, പെട്ടെന്ന് പടരും. അപ്പം അതുകൊണ്ട് കൊതുകില്ലെങ്കിൽ ഡെങ്കിയില്ല. അപ്പം നമുക്ക് എല്ലാ രംഗത്തും നമുക്ക് ശുചീകരണം വേണം. അപ്പോൾ വിദ്യാലയങ്ങളിൽ കൂടുതൽ ജാഗ്രത വേണം. ഈ പറഞ്ഞ നേരത്തെ DHS പറഞ്ഞ പോലെ എന്തെങ്കിലും നിങ്ങൾക്ക് പനിയോ ചുമയോ ജലദോഷം ഉണ്ടെങ്കിൽ കഴിയുന്ന വിദ്യാലയത്തിലേക്ക് വരണ്ട. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പ്രയാസം ഉണ്ടാവും. ഞങ്ങളുടെ കാലത്തൊക്കെ ഒരു ദിവസം സ്കൂളിൽ പോകണ്ടെന്ന് വലിയ സന്തോഷമായിരുന്നു. ഇപ്പോഴങ്ങനെയല്ല. അപ്പോൾ കുട്ടികൾക്ക് മാർക്ക് വാങ്ങണം, മാർക്ക് കൂടണം എന്നുള്ള വിചാരം. പക്ഷേ എന്നാലും പനി വന്നാൽ ആ പനി മറ്റുള്ളവരിലേക്ക് പടർന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രതിരോധ ശേഷി ഉണ്ടാവും, പക്ഷെ നിങ്ങളുടെ സുഹൃത്തായിട്ടുള്ള കുട്ടിക്ക് ഉണ്ടാവുന്നില്ല. അങ്ങനെ വന്നാൽ ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ വരാതിരിക്കുക, മാസ്ക് ധരിക്കുക. അസുഖം മാറി വന്നാലും കുറച്ച് ദിവസം മാസ്ക് ധരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പം അതുകൊണ്ട് കുട്ടികൾക്ക് ഇക്കാര്യത്തിൽ കൂടുതൽ പങ്കുവഹിക്കാനുണ്ട്. അതിൽ നിങ്ങളെ കൂടെ പങ്കാളിയാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് ഇന്ന് വിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്നുകൊണ്ട്, കാരണം കുട്ടികളുടെ കാര്യം ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിനാണ് പ്രാധാന്യം.
വിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യ വകുപ്പും ചേർന്നുകൊണ്ട് സ്കൂൾ തല പ്രചരണ പരിപാടി അതിൻ്റെ തുടക്കമാണ് ഇന്ന്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിയമസഭയുള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് എത്തിച്ചേരാൻ വൈകിയത്. അതുകൊണ്ട് നേരത്തെ തന്നെ 1 മണിക്ക് മാറ്റാൻ പറഞ്ഞു. അങ്ങനെ മന്ത്രിയും ഞങ്ങളൊക്കെ ഇവിടെ എത്തിച്ചേർന്ന് ഞങ്ങൾക്ക് ഇനി അങ്ങോട്ടാണ് പോകേണ്ടത്, നേരെ തിരിച്ച് അസംബ്ലിയിലേക്ക് പോകണം. ഇവിടെ ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവരോടും ആരോഗ്യ വകുപ്പിന് വേണ്ടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ വിദ്യാലയത്തിന് വേണ്ടി ഈ വിദ്യാലയത്തിൽ കുറച്ച് സമയം ചെലവഴിക്കാൻ ഞങ്ങളെ സഹായിച്ച വിദ്യാലയത്തിലെ പ്രിൻസിപ്പൽ, ഹെഡ്മിസ്ട്രസ് ഉൾപ്പെടെയുള്ള മുഴുവൻ ടീച്ചർമാരോടും വകുപ്പിൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചതായി സസന്തോഷം അറിയിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായി നമസ്കാരം.